ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ ആധിപത്യം, ദൈവപുത്രൻ്റെ സർവാധിപത്യം, സ്വർഗങ്ങളിലും ഭൂമിയിലും അവൻ്റെ ആധിപത്യം, അവൻ രാജാതി രാജാവായി അവൻ്റെ വാഴ്ച ആരംഭിച്ചിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ നാം കാണുകയാണ്. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു പുസ്തകം വിടർത്തി വായിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്ത ശേഷം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതിയ ദൈവവചനത്തിൻ്റെ നിവർത്തി ആ ചുരുൾ വായിച്ച മാത്രയിൽ ഇവിടെ നിവർത്തിയായിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. അവൻ്റെ രാജ്യം ആരംഭിച്ചിരിക്കുന്നു. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ആ നാഴിക വന്നിരിക്കുന്നു എന്ന്. അവൻ്റെ ആധിപത്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആധിപത്യം എല്ലായിടങ്ങളിലും അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് എന്ന് 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലവും തികഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കാലസമ്പൂർണതയിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിശ്ചയം, തൻ്റെ കുമാരൻ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ നീക്കേണ്ടതിന് ദൈവത്തിന് മാത്രം സാധ്യമാവുന്ന ആ വലിയ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ സകല പാപങ്ങൾക്കും സകല പാപശക്തികൾക്കും ആയുധവർഗം വെച്ച് അടിയറവ് പറഞ്ഞ് എല്ലാ മുട്ടും അവൻ്റെ മുമ്പിൽ മടങ്ങുകയും എല്ലാ നാവും അവനെ സ്തുതിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ആധിപത്യം സ്വർഗത്തിലും ഭൂമിയിലും ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയരെ, മറ്റൊരുവരിലും രക്ഷയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് നോക്കാം. അവൻ്റെ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ്റെ ആധിപത്യത്തിൻ കീഴിൽ ജീവിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം.